ജമായത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രൊജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയി എന്ന് പറയേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശ്രദ്ധ UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഒരു മുസ്ലിം ഏകോപനം ഉണ്ടാക്കുക, മുസ്ലിം സമുദായത്തെ പരമാവധി UDFിലേക്ക് ഏകോപിപ്പിച്ച് ആ ഒരു വിജയം അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ എഫേർട്ട് കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ജമായത്ത് ഇസ്ലാമിയും പിന്നെ മീഡിയ വൺ, അവരുടെ ചാനലായ മീഡിയ വൺ ഒക്കെ നടത്തിയിരുന്നു. മീഡിയ വൺ തന്നെ അവകാശപ്പെടുന്നത് അവരാണ് അജണ്ട സെറ്റ് ചെയ്തത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട അവരാണ് സെറ്റ് ചെയ്തതെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ അറിയാം എത്രത്തോളം വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ജമായത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണൊക്കെ ചെലുത്തിയതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയായിരുന്നു UDFിൻ്റെ ഒരു വമ്പൻ വിജയം. CPMനെ പോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ എത്ര ജനവിരുദ്ധ നയങ്ങൾ അവർ സ്വീകരിച്ചെന്ന് പറഞ്ഞാലും അവരുടെ ബേസ് ഇളക്കുന്ന രീതിയിൽ, മലബാറിലെ പല മണ്ഡലങ്ങളിൽ അവരുടെ ബേസ് ഇളക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയാണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്, കോൺഗ്രസ്സുകാർക്ക് പോലും അറിയുന്നതാണ്. കോൺഗ്രസ്സിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിന് ഇത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് വസ്തുത.